Welcome back, everyone. Today we will be discussing the next part of ICT, Information Communication Technology, and this is Amoyasana, the JR folder of June 2021. So in this part we will be discussing ICT and Governance. ICT and Governance. So without any further ado, let's get started. ICT act as a tool in help implementing good governance throughout the country. അപ്പോൾ ICTയും ഗവേണൻസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇപ്പം എങ്ങനെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഗവേണൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും? ഇങ്ങനെയാണ്. ദ കോമ്പിനേഷൻ ഓഫ് ICT ഇൻ ഗവേണൻസ്, അതിനെയാണ് ഇ ഗവൺമെൻറ് ഓർ ഇ ഗവേണൻസ് നമ്മൾ പറയുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഇ ഗവേണൻസിന് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന എന്താണ്? ഇ ഗവേണൻസ് ആണ്. ദ ടേംസ് ഇ ഗവൺമെൻറ് ആൻഡ് ഇ ഗവേണൻസ് ആർ ക്ലോസ്ലി ഇൻ്റർറിലേറ്റഡ്. ബോത്ത് ഓഫ് ദ ടേംസ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഗവൺമെൻറ്റ്സ് യൂട്ടിലൈസേഷൻ ഓഫ് ICT ടു അഫോർഡ് സർവീസസ് ടു ഇറ്റ്സ് സിറ്റിസൻസ്. ഇപ്പോൾ രണ്ടും നമുക്ക് ഏകദേശം സെയിം ആണെന്ന് തോന്നും, പക്ഷേ സെയിം അല്ല. ഈ ഗവൺമെൻറ് അങ്ങനെ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഗവൺമെൻറ് എന്ന് പറയും. ഈ ഗവേണൻസ് കൊടുക്കുന്ന സർവീസസ് എല്ലാം അഫോർഡബിൾ, അക്സസിബിൾ, ഇക്വിറ്റബിൾ ആയിട്ട് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗവേണൻസ്. ഫാസ്റ്റ് ആയിട്ട്, വിത്തൗട്ട് ഈ റെഡ് ടേപ്പിസം, കറപ്ഷൻ ഒന്നുമില്ലാതെ എത്തിക്കുക എന്നാണ് ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അടുത്ത്, ഗുഡ് ഗവേണൻസ് ഈസ് ഫണ്ടമെൻ്റൽ ആൻഡ് ഇ ഗവേണൻസ് ഈസ് ഇൻസ്ട്രുമെൻ്റൽ. ഇപ്പോൾ ഗുഡ് ഗവേണൻസ് എന്ന കോൺസെപ്റ്റ് ഇപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. അത് ഭയങ്കര ബേസിക്കാണ്. ഏറ്റവും ഒന്നാണ് ഗവേണൻസ് എപ്പോഴും ഗുഡ് ഗവേണൻസ് ആയിരിക്കണം, അതായത് സദ്ഭരണം. ഇ ഗവേണൻസ് അതിലൊരു ഭാഗം മാത്രമാണ്. ഗുഡ് ഗവേണൻസിൻ്റെ ഒരു ഭാഗമാണ് ഇ ഗവേണൻസ്. ഓക്കെ, ഇ ഗവേണൻസ് ഈസ് എ ടൂൾ. നോ ഇ ഗവേണൻസ് ടൂൾ ക്യാൻ ബി സക്സസ്ഫുൾ വിത്തൗട്ട് ഫോക്കസിങ് അറ്റൻഷൻ ടു പ്രോസസ് റിഫോംസ് ഫോർ ഗുഡ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് നന്നായിട്ട് നടക്കണമെങ്കിൽ അതിൽ ഏത് ഭാഗമായിരിക്കണം? ഇ ഗവേണൻസ് കൂടെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കണം. പ്രോസസ്സ് ഷുഡ് ബി ഡൺ ഇലക്ട്രോണിക്കലി, അല്ലെങ്കിൽ ഓൺലൈൻ വഴി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ആയാലും എല്ലാം ഡിജിറ്റൽ കേരളയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫയൽസും എല്ലാം, പ്രോസസ്സ്, എവറിത്തിങ് ലൈക്ക് പാസ്പോർട്ടൊക്കെ നമ്മൾ എല്ലാം ഓൺലൈൻ വഴിയല്ലേ. അതുപോലെ ഗുഡ് ഗവേണൻസ് ഡിക്റ്റേറ്റ് ദ ഡിസൈൻ ആൻഡ് ഷേപ്പ് ഓഫ് ഈ ടൂൾസ് ഫോർ ഇംപ്രൂവിങ് ഗവേണൻസ് ഔട്ട്കംസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ ഈ ടൂൾസ് ഡെവലപ്പ് ചെയ്തെടുക്കും. എന്തിന്? ഗവേണൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഒരു ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമാണ്. അതുപോലെ ഈ ഗവേണൻസ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ടൂൾ ഫോർ ഗുഡ് ഗവേണൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ പ്രോസസ് റിഫോംസ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഗുഡ് ഗവേണൻസിന് ഈ ഗവേണൻസ് നല്ലൊരു ടൂൾ ആവണമെങ്കിൽ പ്രോസസ് റിഫോംസ് വേണം ആദ്യം നടത്താനായിട്ട്. എന്താണ് പ്രോസസ് റിഫോംസ്? അതായത് with process re-engineering, effective implementation of e-governance can take IT to the common man, helping the government to align services with the changing needs of both citizens and other stakeholders. അപ്പോൾ ഒന്നുമില്ല, അതായത് ഈ പ്രോസസ് റിഫോംസ് വഴി ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസസ്, സ്കീംസ് എല്ലാം ആരിലെത്തിക്കുക? കോമൺ പീപ്പിളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പുതിയ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും ഒരു ഡിജിറ്റൽ ID, ഒരു ഡിജിറ്റൽ സംഭവം കാണും. അപ്പോൾ അതെല്ലാം പ്രോസസ് റിഫോംസിൻ്റെ ഭാഗമാണ്. ഹെൽപ്പിംഗ് ദ ഗവൺമെൻറ് ടു അലൈൻ സർവീസ് വിത്ത് ചേഞ്ചിങ് നീഡ്സ് ഓഫ് ബോത്ത് സിറ്റിസൺ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കാലത്തിനനുസരിച്ച് ആ വെൽഫെയർ സ്കീംസ് എല്ലാം അവരിലേക്ക് എത്തിക്കുക ത്രൂ ഓൺലൈൻ മീൻസ്. അതാണ് പ്രോസസ് റിഫോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, next one is the emergence of digital economy has affected both the role and functions of public institutions. എന്താണ് ഡിജിറ്റൽ ഇക്കോണമി? ഇപ്പം ഓരോ ഇത് വന്നില്ലേ, PTM, ഗൂഗിൾ പേ തുടങ്ങി ഓരോ പേയ്മെൻറ്റ് ആപ്സുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനെ എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാരണം. വൈൽ അണ്ടർടേക്കിംഗ് ട്രഡീഷണൽ ഫങ്ഷൻസ് സച്ച് എസ് ഡിഫെൻസ്, law and order, justice, taxation, legislation, regulation, education, healthcare, social equity, governments are now required to take new roles of harnessing the power of IT and leading change. അപ്പോൾ IT എല്ലാം ടെക്നോളജി ഡ്രിവണായി മാറിക്കൊണ്ടിരിക്കുന്നു. ട്രഡീഷണൽ ഫങ്ഷൻസ് ആയതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെയും IT യുടെ ഒരു ഉപയോഗം വരുന്നുണ്ട്.
ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഏരിയാസിൽ. There has been a transformation of the role of the government from a buyer or producer of ICT services to that of a facilitator and a leader. ഇപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ലീഡ് ചെയ്യുകയാണ്, ലൈക്ക് എ ലീഡർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ. ഓക്കെ, ടെക്നോളജി കൊടുത്തിട്ട് കുറച്ചുകൂടെ ഈസിനെസ് ഉണ്ടാക്കുകയാണ്. അല്ലാതെ നേരത്തെ സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക എന്നുള്ള ഇതിൽ നിന്ന് മാറി ഒരു ഫെസിലിറ്റേറ്റർ, ലീഡർ എന്നുള്ള രീതിയിൽ എന്താണ് ഗവൺമെൻറ് എത്തിയിരിക്കുന്നു. സോ ദാറ്റ് ഇസ് എ ചേഞ്ച്, ICT വന്നപ്പോൾ ഉള്ള ചേഞ്ച്. അടുത്തതായിട്ട്, ICT ഹാസ് ബീൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ചേഞ്ചിങ് ദ വേ ഇൻ വിച്ച് ദ ഗവൺമെൻറ് ഓപ്പറേറ്റ്സ് ത്രൂ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻട്രാക്ഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോസ്. അപ്പോൾ ICT ഈ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഉള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടല്ലോ, പല സെക്ടേഴ്സ്, പല പല മേഖലകളിൽ ഉള്ള ഇൻട്രാക്ഷൻ ഒക്കെ മാറ്റാൻ ICT ഒരു മേജർ ഹെൽപ്പാണ് ചെയ്തത്. ഇറ്റ് ഹാസ് പ്രൊവൈഡഡ് യുണീക്ക് ഓപ്പർച്യൂണിറ്റീസ് ടു ഗവൺമെൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് ന്യൂ വേസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ത്രൂ ഈ ഗവൺമെൻറ് ആൻഡ് ഈ ഗവർണൻസ് ആപ്ലിക്കേഷൻസ് വഴി പുതിയ പുതിയ ആപ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ICT കാരണം ഈസി ആവുന്നുണ്ട്. ഈ ഗവൺമെൻറ് ഈസ് അബൌട്ട് ലീഡിങ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ് ടു പ്രൊവൈഡ് എഫിഷ്യൻറ്റ്, കൺവീനിയൻറ്റ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് സർവീസസ്. അപ്പോൾ ഈ ഗവേണൻസിന് തന്നെ ഒരുപാട് പില്ലേഴ്സ് ഉണ്ട്. ഇപ്പം ട്രാൻസ്പാരൻസി, എഫിഷ്യൻസി, അക്സസിബിലിറ്റി, അഫോർഡബിലിറ്റി. അപ്പോൾ ഇതെല്ലാം സിറ്റിസൻസിലേക്ക് എത്തിക്കുക ആൻഡ് ബിസിനസ് ത്രൂ ദ യൂസ് ഓഫ് ICT. അപ്പോൾ ഈ ഗവേണൻസ്, ഇപ്പോൾ ഈ കൊമേഴ്സ് ഉണ്ട്, ഈ ബിസിനസ് ഉണ്ട്, G2G, G2B, G2C, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു സിറ്റിസൻസ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ടു സിറ്റിസൻസിൽ ഈ ഗവർണൻസിന് നല്ലൊരു റോളുണ്ട്. The UN distinguishes between the following areas where governmental operations can be improved by the application of ICT. ഇപ്പോൾ UN ICT വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, ഗവൺമെൻറ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. There are 3 areas: e-government, e-administration, e-governance. E-government എന്ന് പറയുമ്പോൾ this applies to inter-organizational relationships, includes policy coordination, policy implementation, public service delivery. ഇതിലെല്ലാമാണ് ഈ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനുള്ളിൽ ഉള്ള കാര്യം. ഇപ്പോൾ സാലറി കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്, പിന്നെ അറ്റൻഡൻസ് തുടങ്ങി അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ്റിൽ വരുന്നത്. അതെല്ലാം ഓൺലൈനാക്കുന്നു. അടുത്ത ഈ അഡ്മിനിസ്ട്രേഷൻ, ഇൻ്റർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ തമ്മിൽ പല പല ഗവൺമെൻറ്റുകൾ തമ്മിൽ അങ്ങനെയുള്ള ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതൊക്കെ ഈ ഗവൺമെൻറ് എന്ന് പറയും. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ, അതാണ് ഉള്ളിൽ വരുന്നത്. ഇൻട്രാ ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്സ് include policy development, organization activities, knowledge management. അതെല്ലാം ഈ അഡ്മിനിസ്ട്രേഷൻ. ഈ ഗവൺമെൻറ്, ബിറ്റ്വീൻ ദ ഗവൺമെൻറ്റ്സ്, ദെൻ ഈ അഡ്മിനിസ്ട്രേഷൻ വിത്തിൻ ദ ഗവൺമെൻറ്. ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ അപ്ലൈസ് ടു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിറ്റിസൻസ്, ഗവൺമെൻറ്, എല്ലാം കൂടെ. സിറ്റിസൻസ് വരും, ഗവൺമെൻറ് വരും, ഓർഗനൈസേഷൻസ് വരും, പബ്ലിക് ആൻഡ് ഇലക്റ്റഡ് ഒഫീഷ്യൽസ്, മിനിസ്റ്റേഴ്സ്, ആൻഡ് ഓൾസോ ഇൻക്ലൂഡിങ് democratic process, open government, transparent decision making, എല്ലാം വരുന്നതാണ് ഈ ഗവേണൻസ്. ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെൻ്റൽ ടൂൾ ഓഫ് good governance. Okay, so these are the 3 areas identified by UN. അടുത്തായിട്ട് ICT can act as a catalyst for organization transformation and change in government by influencing governance in several ways as follows. അപ്പോൾ എങ്ങനെ ഓർഗനൈസേഷൻ ട്രാൻസ്ഫോർമേഷൻ ICTക്ക് ഒരു പങ്ക് വഹിക്കാം എന്നുള്ളത്. So these are the 4 points. First point is managing large volumes of data and workflow connectivity between government operations, departments, agencies, and significantly reducing errors. അപ്പോൾ വോളിയൂംസ് ഓഫ് ഡേറ്റ, വർക്ക് ഫ്ലോ, കണക്ടിവിറ്റി ഒക്കെ മാനേജ് ചെയ്യാം. പല പല ഗവൺമെൻറ് ഓപ്പറേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഏജൻസി, അതിലെല്ലാം എറേഴ്സ് കുറയ്ക്കുക. അപ്പോൾ അവരുടെ ഡേറ്റ എല്ലാം മാനേജ് ചെയ്യുക, വർക്ക് ഫ്ലോ കണക്ടിവിറ്റി ഉണ്ടാക്കുക. അതാണ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ളത്. അടുത്ത് റീപ്പിംഗ് സ്കെയിൽ എക്കോണമീസ് ആൻഡ് ഇംപ്രൂവിങ് എഫിഷ്യൻസി ബൈ ഓട്ടോമേഷൻ ഓഫ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് റെപ്പറ്റേറ്റീവ് ഗവർണൻസ് ടാസ്ക് ആൻഡ് ഡെവലപ്പിംഗ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയാൽ തന്നെ ഇപ്പോൾ എല്ലാം ഡിജിറ്റലാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ചോദിച്ചാലും എല്ലാം ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ റെഡ്യൂസിങ് പേഴ്സണൽ ഇൻ്റർഫേസ് ഓഫ് സിറ്റിസൻസ് ആൻഡ് ബിസിനസ് വിത്ത് പബ്ലിക് സർവീസ് പ്രൊവൈഡേഴ്സ്, കട്ടിംഗ് ഡിലേ, bureaucratic red tape, corruption and harassment, and increasing speed of response. കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അനദർ തിങ്. ഇൻ ദിസ് വേ വി ക്യാൻ റെഡ്യൂസ് ദ ആ ഒരു ഡിലേ കുറയ്ക്കും, കുറച്ചുകൂടെ സ്മൂത്തും ഫാസ്റ്റും ആവും. Fourth one is enhancing transparency and accountability by making information available to citizens through websites, information portal. ഒരുപാട് ഇൻട്രാക്റ്റീവ് ആവുന്നുണ്ട് ഇപ്പം നമ്മുടെ കോവിൻ പോർട്ടൽ എക്സാമ്പിളാണ് നമ്മൾ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതിൽ ദാറ്റ് വാസ് എ ബിഗ് സക്സസ്. ഇതാണ് ഇൻ ദിസ് വേ ICT ക്യാൻ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ഓർഗനൈസേഷണൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഗവൺമെൻറ്. ക്ലിയർ ആണല്ലോ? The government uses ICT to make public administrations more efficient and effective by cutting red tape. ഓൾറെഡി പറഞ്ഞു, ഈ റെഡ് ടേപ്പിസമൊക്കെ കുറയ്ക്കുക, കറപ്ഷൻ കുറയ്ക്കുക, മാൽ അഡ്മിനിസ്ട്രേഷൻ കുറയ്ക്കുക, and make it good governance. ICTs can remove unnecessary human involvement during public service delivery processes from the government. മനുഷ്യർ ഇടപെടുമ്പോഴാണല്ലോ there will be bias, favoritism, nepotism. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് മോർ ഒതൻറ്റിക്, മോർ പാർഷ്യലായിട്ടുള്ളൊരു ഇത്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ ICT വരണം. ആൻഡ് ഗവേണൻസ് ഈസ് ദ സൊല്യൂഷൻ ടു ദ ഗുഡ് ഗവേണൻസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ടു മിനിമൈസ് കറപ്ഷൻ, പ്രൊവൈഡ്സ് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ക്വാളിറ്റി സർവീസസ് ടു ദെയർ സിറ്റിസൻസ്. അപ്പോൾ ഗവേണൻസ് ഈസ് വൺ ടൂൾ വെയർ നമ്മുടെ കറപ്ഷൻ ഇൻഡെക്സിലൊക്കെ വി ഷുഡ് ഗോ ഫോർവേഡ്. കറപ്ഷൻ കൂടുന്നതിലല്ല, കറപ്ഷൻ കുറയുന്നതിൽ. അപ്പോൾ അതിലൊരു ഗുഡ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് we should adopt e-governance to minimize corruption for efficient and effective quality service delivery of services. Okay, so that's all about ICT and governance. See you soon in the next video. Till then, thank you. Keep practicing. Bye.